എല്ലാവർക്കും നമസ്കാരം. ഞാൻ താജ് പത്തനംതിട്ട. ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലുവാതുക്കൽ സമുദ്രതീരത്തിലാണ്. സമുദ്രതീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലാരംഭരായ അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന കല്ലുവാതുക്കലിലെ സമുദ്രതീരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് സമുദ്രതീരം കല്ലുവാതുക്കലിലെ. ഇതിൻ്റെ പ്രിയപ്പെട്ട ഓണർ റുവൽ സിംഗുമായി എനിക്ക് 5 വർഷത്തെ ബന്ധമാണ്. ഈ 5 വർഷക്കാലമായി എല്ലാ 5 വർഷത്തിലും ഈ ഓണം ഞാൻ ആഘോഷിക്കുന്നത് സമുദ്രതീരത്തിലെ അച്ഛനമ്മമാരോടൊപ്പമാണ്. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിട്ട് 3 വർഷമായി. കണ്ണുള്ളപ്പോൾ നമുക്ക് കണ്ണിൻ്റെ വേദന അറിയില്ല. അച്ഛനമ്മമാരെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന മക്കളോടായി എനിക്ക് പറയാനുള്ളത്, ഈ സമൂഹത്തിലെ അനാഥാലയങ്ങൾ പെരുകി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കാതെ നമ്മളെ വളർത്തി വലുതാക്കി അച്ഛനമ്മമാരെ നമ്മൾ തന്നെ സംരക്ഷിക്കണമെന്നാണ് എനിക്ക് പ്രിയപ്പെട്ടവരോടായി പറയാനുള്ളത്. ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ ജീവനക്കാരും അതിൻ്റെ മാനേജ്മെൻറ്റും നമ്മളെ സ്വീകരിക്കുന്നത് വരുന്നവരുടെ സാർ ഇരിക്കൂ, അല്ലെങ്കിൽ കോഫി കുടിക്കൂ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ, ഇതൊക്കെ ചോദിക്കുന്നു. കാരണം നമ്മളൊരു വീട്ടിലേക്ക്, ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു അനുഭവമാണ് എനിക്ക് സമുദ്രതീരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായതും എക്കാലവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കല്ലുവാതുക്കൽ വഴി പ്രിയപ്പെട്ടവരെ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമുദ്രതീരം ഒന്ന് സന്ദർശിക്കണം. സന്ദർശിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. കാരണം നമ്മൾ സമുദ്രതീരം പോലുള്ളൊരു സ്ഥാപനത്തിൽ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ വന്നിരിക്കുമ്പോൾ ദൈവം, ഈശ്വരൻ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മനുഷ്യൻ ചിരിക്കാനും ചിന്തിക്കാനുമുള്ള കഴിവ് ഈശ്വരൻ മനുഷ്യന് മാത്രമേ നൽകിയിട്ടുള്ളൂ. പക്ഷേ ഇന്ന് സകലമാന പ്രശ്നങ്ങളും നമ്മൾ പലരും, ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ല, നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നമ്മൾ തിരിച്ചു ഉപദ്രവിക്കും. അത് മനുഷ്യ സഹജമാണ്. ഇപ്പോൾ ഞാനാണെങ്കിലും ആദർശങ്ങൾ പറയുകയല്ല, എന്നെ ഒരാൾ ഉപദ്രവിക്കാൻ വന്നാൽ തിരിച്ച് നമ്മൾ ഉപദ്രവിക്കും. അതങ്ങനെ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ മറ്റ് നന്മകൾ ചെയ്ത് നമ്മൾ ലോകത്തിൽ ജീവിക്കുക. അപ്പോൾ കാരണം നമ്മൾ എന്തെങ്കിലെല്ലാം ഒരിക്കൽ നമ്മൾ ജനിച്ചാൽ നമ്മൾ എന്തായാലും നമ്മൾ ഒരിക്കൽ മരിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെപ്പറ്റി 4 പേര് അല്ല താജ് പത്തനംതിട്ട അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ചെയ്യണം. ഇവിടുത്തെ അച്ഛനമ്മമാർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്ന കാഴ്ചകൾ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളാൽ കഴിവുള്ള നമ്മുടെ വീടുകളിൽ ഇപ്പോൾ വിശേഷ ദിവസങ്ങൾ, ബർത്ത്ഡേയോ അതുപോലെ തന്നെ എന്തെങ്കിലും ആഘോഷങ്ങൾ, വിവാഹ ആഘോഷങ്ങൾ, വാർഷിക ആഘോഷങ്ങൾ, നമ്മുടെ അച്ഛനമ്മമാർ മരിച്ചതിൻ്റെ ഓർമ്മ ദിവസങ്ങൾ, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ സമുദ്രതീരം പോലുള്ള സ്ഥാപനങ്ങളിൽ വന്ന് അവർക്കൊരു അന്നദാനം കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം താജ് പത്തനംതിട്ട. താങ്ക് യു.